സലിം ചേർത്തല സ്ക്രിപ്റ്റ് എഴുതി ആലപ്പി അഷ്റഫ് സംവിധാനം ചെയ്ത് രതീഷ്, മമ്മൂട്ടി, മുകേഷ് കൂട്ടുകെട്ടിൽ 1987 പുറത്തു വന്ന ചിത്രമായിരുന്നു കൂട്ടുംകുരുവയും. ചിത്രത്തിന്റെ നിർമ്മാതാവായ ഈരാളി രതീഷുമായി വലിയ സൗഹൃദത്തിലായിരുന്നു. കത്തി നിന്നിരുന്ന രതീഷിന്റെ മാർക്കറ്റ് മടങ്ങി വരുന്ന വേളയിലായിരുന്നു ഈരാളി രതീഷിനോട് കൂട്ടുംകുരുവയും എന്ന ചിത്രത്തിന്റെ കഥ പറഞ്ഞതും അഡ്വാൻസ് കൊടുത്തതും. ഒപ്പം മുകേഷ്, ഉർവശി, ലിസി തുടങ്ങിയവരെയും കാസ്റ്റ് ചെയ്തു. ഇതിനിടയിൽ അവിചാരിതമായി മമ്മൂട്ടിയെ കാണാനിടയായ സംവിധായകൻ ആലപ്പി അഷ്റഫ് ചിത്രത്തെക്കുറിച്ച് മമ്മൂട്ടിയോട് സംസാരിക്കുന്നു. സംഗതി ഇഷ്ടപ്പെട്ട മമ്മൂട്ടി ഡേറ്റും കൊടുക്കുന്നു. മമ്മൂട്ടിയുടെ താരമൂല്യം ഉയർന്നു വരുന്ന സമയത്ത് മമ്മൂട്ടിയുടെ ഡേറ്റ് കിട്ടിയ വിവരം അറിയിക്കാൻ സംവിധായകൻ നിർമ്മാതാവ് ഈരാളിയെ വിളിച്ചു. മമ്മൂട്ടിയുടെ ഡേറ്റ് വാങ്ങിയതറിഞ്ഞ നിർമ്മാതാവ് മമ്മൂട്ടിക്ക് ഈ ചിത്രത്തിൽ റോളില്ലെന്നും രതീഷായിരിക്കും ചിത്രത്തിലെ നായകനെന്നും കർശനമായി പറയുന്നു. സംവിധായകന് താല്പര്യം രതീഷിനേക്കാൾ ആ സമയം മാർക്കറ്റുള്ള മമ്മൂട്ടിയോടായിരുന്നു. രതീഷിനെ മാറ്റിയുള്ള ഒരു വിട്ടുവീഴ്ചയ്ക്കും നിർമ്മാതാവ് തയ്യാറാവില്ല എന്ന് മനസ്സിലാക്കിയ സംവിധായകൻ രചയിതാവിന്റെ സഹായം തേടുന്നു. ഒടുവിൽ അഭിപ്രായം സമന്വയത്തിൽ രതീഷിനെയും മമ്മൂട്ടിയെയും മുകേഷിനെയും ഒരേപോലെ ഉൾപ്പെടുത്തി സ്ക്രിപ്റ്റ് പൊളിച്ചെഴുതി ഷൂട്ടിംഗ് തുടങ്ങി. പക്ഷേ രതീഷും മമ്മൂട്ടിയുമുള്ള കോമ്പിനേഷൻ സീൻ എടുക്കുവാൻ നേരം രതീഷിനെ കാണാനില്ല. മമ്മൂട്ടി നടുങ്ങി. സംവിധായകനും ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകരും ധർമ്മസങ്കടത്തിലായി. ഒടുവിൽ പോണ്ടിച്ചേരിയിലേക്ക് മുങ്ങിയ രതീഷിനെ ഒരു വിധത്തിൽ ഫോണിൽ ബന്ധപ്പെട്ട് നിർമ്മാതാവിന്റെ പേഴ്സണൽ മാനേജർ കാര്യം തിരക്കി. ഉരുണ്ട് കളിച്ചുകൊണ്ട് രതീഷ് കാര്യം പറഞ്ഞു. തന്നെ വെച്ച് പ്ലാൻ ചെയ്ത ഒരു പ്രോജക്റ്റിൽ മറ്റൊരാൾ കൂടി വന്നപ്പോൾ തനിക്ക് പ്രാധാന്യം കുറഞ്ഞെന്ന പ്രൊഫഷണൽ അസ്വസ്ഥതകളായിരുന്നു രതീഷിന്റെ പ്രശ്നം. ഒടുവിൽ നിർമ്മാതാവും സുഹൃത്തുമായ ഈരാളി തന്റെ കഷ്ടനഷ്ടങ്ങൾ അക്കമിട്ട് നിർത്തിയപ്പോഴായിരുന്നു രതീഷ് തുടർന്ന് അഭിനയിക്കാൻ തയ്യാറായത്. ഈ ചിത്രത്തിന്റെ സ്ക്രിപ്റ്റ് അസിസ്റ്റന്റായി അന്ന് സലീം ചേർത്തലയുടെ കൂടെ ഉണ്ടായിരുന്നത് മലയാളിയുടെ നല്ല സിനിമയുടെ അമരക്കാരൻ ലോഹിതദാസ് ആയിരുന്നു.